ചില വമ്പൻ താരനിരയുമായി ഇറങ്ങിയ ഇംഗ്ലണ്ട് ടീമിനെ അക്ഷരാർത്ഥത്തിൽ ശ്വാസം വിടാൻ പറ്റാതെ വലിഞ്ഞു മുറുകുകയാണ് സെർബിയ ചെയ്തത്. അതിനിടയിൽ ഇച്ചിരി ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒരു ഗോൾ അടിച്ചുകൊണ്ട് ഒരൊറ്റ ഗോളിന്റെ മികവിൽ ഇംഗ്ലണ്ട് സെർബിയയെ തോൽപ്പിച്ചു. എടുത്ത ഷോട്ടുകളിലും അതുപോലെ തന്നെ ബോൾ പൊസിഷനിലും മികച്ച മത്സരമാണ് ഇംഗ്ലണ്ടിനെ സെർബിയയിൽ നിന്നും നേരിടേണ്ടി വന്നത്. 13ാമത്തെ മിനിറ്റിൽ വോൾക്കർ സാക്കയ്ക്ക് കൊടുത്ത ഒരു ത്രൂ പാസിൽ അദ്ദേഹം വലതുവിങ്ങിലൂടെ നേരെ പെനാൽറ്റി ബോക്സിലേക്ക് ക്രോസ് ചെയ്തപ്പോൾ പറന്നെത്തിയ ജുഡ് ബെല്ലിഹാം ആ ബോളിൽ നേരെ തലവെച്ചു. ഫ്രീ ആയിട്ട് കിടന്ന സെർബിയയുടെ വലതേ പോസ്റ്റിലേക്കാണ് അദ്ദേഹം ആ ബോൾ എത്തിച്ചത്. 1-0 ഇംഗ്ലണ്ട് മുന്നിൽ. എല്ലാവരും കരുതിയത് മത്സരം വളരെ ഏകപക്ഷീയമാകുമെന്നാണ്. എന്നാൽ ഈ ഒരു ഗോളിന് ശേഷമാണ് സെർബിയ അവരുടെ തിരിച്ചുവരവ് നടത്തിയത്. 20ാം മിനിറ്റിൽ സെർബിയൻ താരം മിട്രോവിക്കിന്റെ ഷോട്ട് തലനാരിഴയ്ക്കാണ് ഗോളാകാതെ പോയത്. സെക്കൻഡ് ഹാഫിലും മിട്രോവിക്കിന് ഒരു സുവർണ അവസരം ലഭിച്ചെങ്കിലും അത് മുതലാക്കാൻ അദ്ദേഹത്തിനായില്ല. ഇന്നലെ എടുത്തു പറയേണ്ടത് ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ പിക്ഫോർഡിന്റെ പെർഫോമൻസിനെ പറ്റിയാണ്. പലപ്പോഴും സെർബിയൻ പ്ലേയേഴ്സ് അടിച്ച ലോങ് റേഞ്ചർ വളരെ വിദഗ്ധമായാണ് അദ്ദേഹം സേവ് ചെയ്തത്. അവസാനം ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ സെർബിയയ്ക്ക് അഭിമാനിക്കാം. ഗോൾ അടിച്ചില്ലെങ്കിലും വമ്പൻ താരനിരയുമായി ഇറങ്ങിയ ഇംഗ്ലണ്ടിനെ വെള്ളം കുടിപ്പിക്കാൻ അവർക്കായി. വിജയത്തോടെ ഗ്രൂപ്പ് സിയിൽ ഇംഗ്ലണ്ട് 1ാം സ്ഥാനത്തെത്തി. സമനിലയിൽ പിരിഞ്ഞ ഡെൻമാർക്കും സ്ലൊവേനിയയും 2-3 സ്ഥാനങ്ങളിലാണ്. ഇംഗ്ലണ്ടിനോട് പൊരുതിത്തോറ്റ സെർബിയയാണ് അവസാന സ്ഥാനത്ത്.